നമസ്കാരം. സ്പീഡ് ന്യൂസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ ED വീണ്ടും ചോദ്യം ചെയ്തു. കേസിൽ ഇത് 3-ാം തവണയാണ് PK ബിജുവിനെ ചോദ്യം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ചരിത്രം സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന തനിക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണം നടക്കട്ടെയെന്നും രാജീവ് ചന്ദ്രശേഖർ. പാമ്പാടിയിലെ മദ്യനിർമ്മാണശാല അടച്ചുപൂട്ടി. കഴിഞ്ഞ മാസം 22-നാണ് പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറിയിൽ കമ്പനി ലേ ഓഫ് പ്രഖ്യാപിച്ചത്. പുതുക്കാട് പാളായി പാലക്കടവ് പാലത്തിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പെരിഞ്ചേരി പീടികമുറി അകത്തേപ്പറമ്പിൽ അശോകൻ മകൻ 30 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ദേശീയപാത നടത്തറയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചു കയറി 2 പേർക്ക് പരിക്കേറ്റു. കോട്ടയത്തു നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ചങ്ങരംകുളം കാളച്ചാലിൽ അപകടത്തിൽ കാറിനകത്ത് കുടുങ്ങിയ ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. തിരൂർ സ്വദേശി ഇബ്രാഹിമിനെയാണ് പൊന്നാനി ഫയർഫോഴ്സും ചങ്ങരംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഇന്ന് പവന് 80 രൂപ വർദ്ധിച്ച് 52,960 രൂപയായി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,620 രൂപയാണ് ഇന്നത്തെ വില. കുന്നംകുളം ചിറ്റഞ്ഞൂർ സ്കൂളിന് സമീപത്തെ പാടത്തു നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തി. കുന്നംകുളം പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ വീട്ടമ്മയുടെ മാല കവർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വടക്കാഞ്ചേരി സ്വദേശി വടക്കേക്കര വീട്ടിൽ ബിജുവാണ് പിടിയിലായത്. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കാറളം കിഴുത്താണിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നത് പ്രതിസന്ധിയാകുന്നു. വൈദ്യുതി ഇറിഗേഷൻ വകുപ്പുകളുടെ പ്രവർത്തനം അവതാളത്തിലായി. ചിമ്മിനി ഡാമിൽ സംഭരണശേഷിയുടെ 11%, പീച്ചിയിൽ 15% മാത്രമാണ് നിലവിലെ സംഭരണം. UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുണ്ടത്തിക്കോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അത്താണിയിൽ ഗൃഹസന്ദർശനം നടത്തി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ രമണി പ്രേമദാസൻ, നിജി ബാബു, പുഷ്പലത എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഈ മാസം 19-ന് ഉച്ചയ്ക്ക് 2 മുതൽ 20-ന് ഉച്ചയ്ക്ക് 2 വരെ തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകളും അടച്ചിടാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. കള്ളുഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, ബാർ എന്നിവ പൂർണ്ണമായും അടച്ചിടുന്നതിനും മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ 148-ാം മധ്യസ്ഥ തിരുനാളിന്റെ കൊടിയേറ്റത്തിനുള്ള കൊടി തയ്യാറായി. പാവറട്ടി ഇടവകാംഗവും കലാകാരനുമായ CJ മനോജ് രൂപകൽപ്പന ചെയ്ത കൊടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഏറ്റുവാങ്ങി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കാൽനാട്ടൽ നിർവഹിച്ചു. പഴഞ്ഞി അരുവായി ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. മഹാഗണപതി ഹോമം, ദേവിക്ക് കളഭമാടൽ, പ്രസാദ ഊട്ട് എന്നിവ ഉണ്ടാകും. പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി നിർവഹിച്ചു. ക്ഷേത്രസമിതി അംഗങ്ങളായ M രാമചന്ദ്രൻ, A മണികണ്ഠൻ, TN ബാലൻ, പ്രവീൺ ആഞ്ചേരി എന്നിവർ സംസാരിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നൈറ്റ് മാർച്ച് LDF ചാലക്കുടി മണ്ഡലം സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തിയിൽ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാല മോഷണം പോയതായി പരാതി. എടത്തിരുത്തി കമ്മായി റോഡിൽ തണ്ടാശ്ശേരി ശ്രീജിത്തിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ശ്രീജിത്തിന്റെ അമ്മയുടെ 5 പവന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. കൊടുങ്ങല്ലൂർ കുന്നുംപുരം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മരസേന പ്രവർത്തകർ വൃക്ഷത്തൈകൾ നട്ടു. പ്രമുഖ ബാലസാഹിത്യകാരൻ ജയരാജ് മിത്ര ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. NDA മണലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് അധ്യക്ഷനായിരുന്നു.
പുത്തൻപീടികയിലെ ജനകീയ ജീവകാരുണ്യ കൂട്ടായ്മയായ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി മെമ്മോറിയൽ ഫിസിയോതെറാപ്പി സെന്ററിനായി നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ഫാദർ ആൻഡ്രു ചാലിശ്ശേരി, ഫാദർ പോൾ ചാലിശ്ശേരി എന്നിവർ ചേർന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.